ഹണിമൂണൊക്കെ കഴിഞ്ഞ് ഇന്നാണ് ആമയും മറ്റുള്ളവരും തിരികെ എത്തിയത്. വീട്ടിലെത്തിയപ്പോൾ മുതൽ കല്ലുവിനെയും മാലതിയെയും രാധികയെയും ഹരിദാസിനെയും എല്ലാം ചുറ്റിനും ഇരുത്തി അവിടെ കണ്ട കാഴ്ചകളുടെയും അവിടെ നടന്ന കാര്യങ്ങളുടെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആമി. അവൾ പറയുന്നതെല്ലാം സന്തോഷത്തോടെയും ശ്രദ്ധയോടെയും അവരെല്ലാവരും കേട്ടിരുന്നു. എൻ്റെ കല്ലു, നീ കൂടി വരണമായിരുന്നു. അടിപൊളിയായിരുന്നു ട്രിപ്പ്. എന്തൊക്കെയാ ആമി മോളെ ഈ പറയുന്നത്? നിങ്ങൾ ഹണിമൂണിന് പോയതല്ലേ, അപ്പോൾ എങ്ങനെയാ അവളെ കൂടി കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഹണിമൂണിനാണ് പോയത്, പക്ഷേ നമുക്കെല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി അവിടെ പോകാം. എന്താ, റെഡിയല്ലേ? ഈ കൊച്ചിൻ്റെ ഒരു കാര്യം. അങ്ങനെ പറഞ്ഞ് ചിരിച്ചു തള്ളിയെങ്കിലും മാലതിയുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. ദർശനും ദേവിയും രാധികയും ഹരിദാസുമെല്ലാം തങ്ങളെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് കണ്ടിട്ടുള്ളത്. ആമിക്കും ഇഷ്ടമാണെന്ന് അറിയാമെങ്കിലും എല്ലാ കാര്യത്തിലും തങ്ങളെ കൂടി കൂട്ടിച്ചേർക്കുന്നതിൽ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. വന്ന പടി ഇരിപ്പല്ലേ, മക്കൾ പോയി ഒന്ന് കുളിച്ച് റെഡിയായി കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വാ. അയ്യോ, വിശേഷം പറഞ്ഞ് തീർന്നിട്ടില്ല അമ്മേ, ബാക്കി വിശേഷം രാത്രി പറയാം, ഇപ്പം മോളി ചെല്ല്. മടിയോടെ ദർശനപ്പം മാമി മുകളിലേക്ക് പോയി. ഈ കൊച്ചിൻ്റെ ഒരു കാര്യം. രാധു, രാമചന്ദ്രൻ്റെയും അമ്പിയുടെയും നീയയുടെയും എല്ലാം കാര്യം ആ കുട്ടിയോട് പറയണ്ടേ? ഞാൻ സുധയെ വിളിച്ചിരുന്നു ദാസേട്ടാ, സുധ തന്നെ നേരിട്ട് പറയാമെന്നാ പറഞ്ഞത്. ഇത്രയും നാള് നമ്മൾ അവളിൽ നിന്നും എല്ലാം മറച്ചു വെച്ചതിൽ അവൾക്ക് ദേഷ്യം ഉണ്ടാവുമോ നമ്മളോട്? അതിന് നിങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞതല്ലേ, സുധ ചേച്ചി തന്നെയല്ലേ സമ്മതിക്കാതിരുന്നത്? പിന്നെ ആ കാര്യത്തിൽ ചേച്ചിയെ കുറ്റപ്പെടുത്താനും എനിക്ക് പറ്റത്തില്ല. ചേച്ചി ചെയ്തത് തന്നെയാ ശരി. മാലതി പറയുന്നത് കേട്ടപ്പോൾ രാധികയ്ക്കും അത് തന്നെയാണ് ശരിയെന്ന് തോന്നിയത്. സുധ കാർത്തുമോളുടെയും നിഖിലിൻ്റെയും വീട്ടിലാണെന്നാണ് ആമി വിചാരിച്ചിരിക്കുന്നത്. ഫോൺ ചെയ്യുമ്പോഴെല്ലാം സുധയും അങ്ങനെ തന്നെയാ സംസാരിച്ചിട്ടുള്ളത്. രാധിക ആരോടെന്നില്ലാത്തതുപോലെ പറഞ്ഞു. ബാക്ക് ടു അവർ റൂം അല്ലേ ദർശേട്ടാ? ദർശനെ നോക്കി ആമി അത് പറഞ്ഞതും ഒരു ചിരിയോടെ അവൻ ഓടി വന്ന് അവളെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി. അതെ, ഈ റൂമിൽ നിനക്കൊപ്പം ഉള്ളപ്പോഴുള്ള സുഖം വേറെ എവിടെയാണെങ്കിലും കിട്ടില്ല. ശരിക്കും? അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയുള്ള ആ നിൽപ്പ് ആസ്വദിച്ചുകൊണ്ട് അവൾ കണ്ണു മാത്രം ഉയർത്തി അവനെ നോക്കി ചോദിച്ചു. അല്ല, നീ എവിടെയാണ് അവിടെയാണ് എൻ്റെ സന്തോഷം. അതേ മുറിയിലാണെങ്കിലും ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും. ആമി ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കവളിലായി ഒന്ന് മുത്തി. രാമചന്ദ്രനും അമ്പിയുമുള്ള ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുകയാണ് ആമിയും ദേവിയും കാർത്തവും ദർശനും വിച്ചുവും നിഖിലുമെല്ലാം. ഡാനിയും ഉണ്ടായിരുന്നു അവർക്കൊപ്പം. നിഖിലും കാർത്തവും നേരത്തെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിലും ബാക്കിയുള്ളവരോട് ഇതുവരെ പറഞ്ഞിരുന്നില്ല. ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ സുധ തന്നെയാണ് ആമിയെ കാര്യങ്ങളെല്ലാം അറിയിച്ചത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആമി ഒരുപാട് കരഞ്ഞു. പക്ഷേ അവർക്ക് വേണ്ടി ആമി കരയേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് സുധ അവളെ തടഞ്ഞു. അമ്പിയെ അഡ്മിറ്റ് ചെയ്ത റൂമിലേക്കാണ് അവർ പോയത്. മുറിയുടെ മുൻപിലെ വരാന്തയിലെ ജനലിൽ നോക്കി നിൽക്കുകയായിരുന്നു രാമചന്ദ്രൻ. അപ്പോൾ കാറിൽ നിന്നും എടുത്തു ചാടിയതുകൊണ്ട് രാമചന്ദ്രൻ അധികം പരിക്കുകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അയാളെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. അടുത്ത ആരൊക്കെയോ നിൽക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ രാമചന്ദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് എല്ലാവരും അയാളുടെ മുഖം വ്യക്തമായി കണ്ടത്. മുൻപത്തെ രാമചന്ദ്രൻ്റെ വിദൂര ഛായ പോലും ഇല്ലെന്ന് തോന്നിപ്പോയി. ആമി നിറഞ്ഞ കണ്ണുകളോടെ സുധയെ നോക്കി. ആക്സിഡന്റ് പറ്റിയത് മാത്രമല്ലല്ലോ മോളെ, അതിനേക്കാൾ തളർത്തിക്കളഞ്ഞത് ബിസിനസ്സിലെ തകർച്ചയാണ്. മോളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ അമലില്ലേ, അവരുടെ വീട്ടുകാർ എല്ലാ തുകയും പിൻവലിച്ചു. അതോടുകൂടി ഫിനാൻസ് കമ്പനി തകർന്നു. റിയൽ എസ്റ്റേറ്റ് പിന്നെ ഒരുപാട് നാളായി നഷ്ടത്തിൽ തന്നെയാണല്ലോ. കടങ്ങൾ തീർക്കാനായി വീട് വിൽക്കേണ്ടി വന്നു. ആമി ഞെട്ടലോടെ സുധയെ നോക്കി. പക്ഷേ അവരുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. അപ്പോഴേക്കും രാമചന്ദ്രൻ്റെ അനിയൻ്റെ ഭാര്യ അമ്പി കിടന്ന മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. കൂടെ ഒരു നേഴ്സ് കൂടി ഉണ്ടായിരുന്നു. സുധയെ നോക്കിക്കൊണ്ട് ചിരിച്ച് അവരടുത്ത മുറിയിലേക്ക് പോയി. ഓ, എത്തിയോ മഹാറാണി? സ്വന്തം അച്ഛനും കൂടപ്പിറപ്പുകളും അപകടം പറ്റിയെന്നറിഞ്ഞിട്ടും ഒന്ന് വന്നു കാണാൻ പോലും അവൾക്ക് സമയമുണ്ടായിരുന്നില്ല. ആമിയെ നോക്കി ദേഷ്യത്തോടെ അവളുടെ ചെറിയച്ഛൻ്റെ ഭാര്യ പറഞ്ഞു. അവൾ എന്തിനാ ഇവരെ കാണാൻ വരുന്നത്? ആമിക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സുധ ചോദിച്ചു. പിന്നെ വരണ്ടേ? ഒന്നില്ലെങ്കിലും ഇവളുടെ കൂടപ്പിറപ്പല്ലേ അകത്തെ മുറിയിൽ കിടക്കുന്നത്. എല്ലാം കൊണ്ടും തോറ്റു നിൽക്കുന്ന അവസ്ഥയിലും ഇവളെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ടവരെ തന്നെ ഇവൾ വന്ന് കാണണമല്ലേ? അവർ പറയുന്നത് കേട്ട് ആമിയടക്കം എല്ലാവരും ഞെട്ടി. അമ്പിക്ക് അപകടം കഴിഞ്ഞ് ഓർമ്മ വന്നത് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. കണ്ണു തുറന്നപ്പോൾ അവൻ എന്നോട് ആദ്യം ചോദിച്ചത് നീയ ആമിയെ കൊന്നോ എന്നാണ്. പിന്നെയല്ലേ അറിഞ്ഞത് കാറിലിരുന്ന് ഇവർ അതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന്. ആ നിമിഷം എനിക്ക് തോന്നി ഇവർക്ക് കിട്ടിയത് കുറഞ്ഞു പോയെന്ന്.
എൻ്റെ സുധ ചേച്ചി, പിള്ളേരെ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു തെറ്റിക്കാതെ. ചെയ്ത തെറ്റിനെല്ലാം അമ്പി മാപ്പ് ചോദിച്ചില്ലേ ചേച്ചിയുടെ അടുത്ത്? അവനും ചന്ദ്രൻ ചേട്ടനൊന്നും ഇനി ആമിയുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അവൾക്കല്ലേ ഇവരെ ഇപ്പോൾ സഹായിക്കാൻ പറ്റുള്ളൂ. അവളോട് അമ്പിയെക്കുറിച്ച് നല്ലത് പറയേണ്ടതിന് പകരം ചേച്ചി ഇങ്ങനെയാണോ പറയുന്നത്? എന്തൊക്കെ വന്നാലും അമ്പി ചേച്ചിയുടെ മോൻ തന്നെയല്ലേ? മോൻ? സുധ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. അവർ ചെന്ന് ഡാനിയുടെ അടുത്തേക്ക് നിന്നു. 30 വർഷമായി ആ കിടക്കുന്നവൻ തരാത്ത സ്നേഹം 2 മാസം കൊണ്ട് ഇവൻ എനിക്ക് തന്നു. ഇവൻ എൻ്റെ മോനായിരുന്നുവെങ്കിൽ എന്ന് ഓരോ നിമിഷവും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഡാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധ പറഞ്ഞു. അറിയോ മോളെ? ആമിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് സുധ പറഞ്ഞു തുടങ്ങി. അന്ന് അപകടം പറ്റിയപ്പോൾ എനിക്കൊപ്പം വന്നതാണ് ഈ കൊച്ച്. പിന്നെ അങ്ങോട്ട് എന്തിനും ഏതിനും എനിക്കൊപ്പം ഇവനുണ്ടായിരുന്നു. എല്ലാ ദിവസവും വന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടാണ് അവൻ സ്വന്തം കാര്യങ്ങൾക്ക് പോലും പോയിരുന്നത്. ഇവർക്കൊക്കെ ഒപ്പമാണല്ലോ ഇനി എൻ്റെ മോളുടെ ജീവിതം എന്ന് ആലോചിക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട്. എന്തായാലും പിണക്കവും വഴക്കവും ഒന്നും ഇനിയും വെച്ചുകൊണ്ടിരിക്കില്ലേ മോളെ? എല്ലാം തകർന്ന അവസ്ഥയിലാണ് നിന്റെ അച്ഛനും ചേട്ടനും. നീ അവർക്കൊപ്പം നിൽക്കണം, എല്ലാ വഴക്കും മറന്ന്. ആമിയുടെ കയ്യിലൊന്ന് പിടിച്ചുകൊണ്ട് ചെറിയച്ഛൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ സുധ ആ കൈ തട്ടിമാറ്റി ആമിയുമായി അമ്പി കിടക്കുന്ന മുറിയിലേക്ക് കയറി. മൂത്രത്തിൻ്റെയും മരുന്നുകളുടെയും മറ്റും മണമാണ് മുറി തുറന്നതും അവരെ വരവേറ്റത്. അമ്പി അവരെ കണ്ടപ്പോൾ ഒന്ന് പരിങ്ങി. സുധ വേഗം ചെന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. കിടന്ന കിടപ്പിൽ തന്നെയാണല്ലോ മോളെയെല്ലാം, അതിൻ്റെയാ. അമ്പിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും ആയില്ലേ? തളർച്ചയോടെ കിടക്കുന്നവനെയും സുധയെയും മാറി മാറി നോക്കി വിച്ചു ചോദിച്ചു. ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ മോനെ. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി, ഒരു കാല് മുറിച്ചും മാറ്റി. ഉള്ളിലെ വേദന പുറത്ത് കാണിക്കാത്ത രീതിയിൽ സുധ പറഞ്ഞു. പക്ഷേ അവർ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. അത്രത്തോളം അപകടം പറ്റിയത് ആരും അവരോട് പറഞ്ഞിരുന്നില്ല. നിയയെ ഇവൻ തന്നെ പുറത്തേക്ക് തള്ളി. ചന്ദ്രേട്ടൻ സ്വയം പുറത്തേക്ക് ചാടി. ഇവന് മാത്രം ഒന്നിനും സാധിച്ചില്ല. ലോറിക്കടിയിൽ പെട്ടുപോയി. കരയരുതെന്ന് കരുതിയാണ് വന്നതെങ്കിലും അമ്മയുടെ ആ വാക്കുകൾ കേട്ട് ആമി വിതുമ്പിപ്പോയി. ദർശൻ അവളെ ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം കൂടി അവർ അവിടെ തന്നെ നിന്നു. ആർക്കും പരസ്പരം ഒന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാമചന്ദ്രനും അകത്തേക്ക് കയറി വന്നു. ചന്ദ്രേട്ടൻ കൂടി വന്നിട്ട് പറയാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു ഞാൻ. ചന്ദ്രനെ നോക്കി സുധ പറഞ്ഞു. അയാൾ എന്താണെന്നുള്ള രീതിയിൽ അവരെ നോക്കി. കാർത്തുവും നിഖിലും കൂടി നാളെ ചെന്നൈയിലേക്ക് പോകുകയാണ്. അവർക്കൊപ്പം ചെല്ലണമെന്ന് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാനും നാളെ ഇവർക്കൊപ്പം പോകും. യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ തന്നെ സുധ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേച്ചി? ഈ ഒരു അവസ്ഥയിൽ ഇവരെ നോക്കാൻ ചേച്ചിയല്ലാതെ? ഇതുവരെ ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ നിന്റെ വീട്ടിൽ നിന്നും നീയല്ലേ വന്നുകൊണ്ടിരുന്നത്? ആ വീട്ടിൽ ഒരു കാര്യം തീരുമാനിക്കാൻ, ഒരു അഭിപ്രായം പറയാനുള്ള അധികാരമോ അവകാശമോ നിങ്ങൾ ആരെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? ഒന്ന് എതിർത്ത് പറയാൻ ശ്രമിച്ചാൽ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിക്കോ എന്ന് നീയടക്കം പറയുമായിരുന്നില്ലേ എന്നോട്? ഇത്രയും നാൾ നോക്കിയതുപോലെ നിങ്ങൾ തന്നെ ഇവരെ നോക്കിക്കോ. ഇപ്പോൾ പിന്നെ ഇവർക്ക് വീടും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേച്ചി ശരിയാവാ? തെറ്റുപറ്റി പോയിട്ടുണ്ട്. ചേച്ചി ഒരു പാവമായതുകൊണ്ട് ഞാനടക്കം ചേച്ചിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതൊന്നും കാണിക്കില്ലേ ചേച്ചി? ഇല്ല, എനിക്ക് പോയേ പറ്റൂ. സുധ കാർത്തുവിൻ്റെ അരികിൽ വന്ന് നിന്നു. ഇവളുടെ അമ്മ മരിക്കുന്നതിന് മുൻപ് ഞാൻ ഇവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവളെ നോക്കിക്കോളാമെന്ന്. പക്ഷേ ഇതുവരെ ആ വാക്ക് പാലിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടപ്പെട്ട സമയത്തൊന്നും അവളുടെ ഒപ്പം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സമ്മതിച്ചിട്ടില്ല നിങ്ങൾ ആരും എന്നെ. പക്ഷേ ഇനി അത് പറ്റില്ല. ഞാൻ പോകും എൻ്റെ മോൾക്കൊപ്പം. സുധിയോട് വേണ്ടെന്ന് പറയാൻ ആ 3 പേർക്കും സാധിക്കില്ലായിരുന്നു. കാരണം അത്രത്തോളം അവളെ എല്ലാവരും വേദനിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പോകാമല്ലേ മോളെ? ആമിയെ നോക്കി സുധ ചോദിച്ചപ്പോൾ അവളൊന്ന് തലയാട്ടി. അവർ തിരിഞ്ഞു നടക്കുമ്പോൾ അമ്പി ദേവിയെയും കാർത്തുവിനെയും മാറി മാറി നോക്കി. അവർ ആരെങ്കിലും തന്നെയൊന്ന് തിരിഞ്ഞു നോക്കുമോ എന്നറിയാൻ. പക്ഷേ അവർ 2 പേരും തൻ്റെ പാതിയുടെ കൈയും പിടിച്ച് ഒരു നോക്കുപോലും അവനെ തിരിഞ്ഞു നോക്കാതെ നടന്നു. പക്ഷേ ആമി അമ്പിയൊന്ന് തിരിഞ്ഞു നോക്കി. മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ടെങ്കിലും അവൾ നോക്കിയ നോട്ടത്തിൽ ഒരു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു എന്ന് അമ്പിക്ക് തോന്നി. താനായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയ തൻ്റെ ജീവിതത്തെ കാണിച്ചു തന്നുകൊണ്ടുള്ള ഒരു കുറ്റപ്പെടുത്തൽ. നീയ ചേച്ചിയെ കാണാൻ പറ്റില്ലേ അമ്മേ? ഇല്ല മോളെ, അവിടെ സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ പോകാൻ തീരുമാനിച്ചത്. അവളെ നോക്കാനായിരുന്നുവെങ്കിൽ അമ്മ നിന്നേനെ. പക്ഷേ അവർ വിളിക്കുമ്പോഴല്ലാതെ അവിടെ ചെല്ലരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അപകടത്തിന് ശേഷം നീയെ കണ്ടത് പൂർണ്ണമായും തകർന്ന മാനസികാവസ്ഥയിലായിരുന്നു.
ഹോസ്പിറ്റലിൽ അധികൃതരെ വരെ അവൾ ആക്രമിച്ചു. ഒടുവിൽ ഹരിദാസും ഡാനിയും കൂടി ഇടപെട്ട് അവളെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ കൂടെ നിൽക്കാനൊന്നും ആരെയും സമ്മതിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആമി, നിയയുടെ കാര്യത്തിൽ നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവൾക്കിപ്പോൾ വേണ്ടത് ചികിത്സ തന്നെയാണ്. ഈ ചികിത്സ അവളുടെ അച്ഛനും ചേട്ടനും പണ്ട് കൊടുത്തിരുന്നുവെങ്കിൽ അവൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. പക്ഷേ ഇനിയും അവളെ ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ല മോളെ. നിയയെക്കുറിച്ച് ഓർത്ത് കരയുന്ന ആമിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദർശൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സുധിയും കാർത്തുവും നിഖിലും ചെന്നൈയിലേക്ക് പോയി. പിന്നെ അവർ തിരിച്ചെത്തിയത് സ്വാതിയുടെയും ശ്രുതിയുടെയും കല്യാണത്തിനാണ്. ഏറെ നാളത്തെ പ്രണയ സാഫല്യം പോലെ സ്വാതി സുഭാഷിൻ്റെ പാതിയായി. ശ്രുതി മനുവിൻ്റെയും. നിത്യയുടെ വിവാഹം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് അവൾ ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയി. അതിൽ മാത്രം ദേവിക്ക് അല്പം സങ്കടം തോന്നി. പക്ഷേ എന്നും വീഡിയോ കോളിൽ കാണാൻ തുടങ്ങിയപ്പോൾ ആ സങ്കടവും മെല്ലെ മാറി. ഇപ്പോൾ ആമിയും ഹരിദാസനും ദർശനുമൊപ്പം ഓഫീസിൽ പോകുന്നുണ്ട്. ജോലിയിൽ അവരെ സഹായിക്കാനാണെന്നാണ് പറയുന്നതെങ്കിലും സ്വാതിയും ശ്രുതിയുമായുള്ള കത്തിവെപ്പാണ് പ്രധാന പണിയെന്ന് അവർക്കറിയാം. എന്നാലും അവളുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തും സാധിച്ചു കൊടുക്കുമായിരുന്നു. അച്ഛനെയും ചേട്ടനെയും ചേച്ചിയെയും കുറിച്ച് ഓർത്തുള്ള സങ്കടം ഒഴിച്ചാൽ ബാക്കി എല്ലാ രീതിയിലും ആമിയുടെ ജീവിതം സന്തോഷത്തിലായിരുന്നു. ഇതുവരെ അകറ്റി നിർത്തിയതിൻ്റെ കടം തീർക്കുന്നതിനായി മത്സരിച്ചെന്ന പോലെ ദർശൻ അവളെ സ്നേഹിച്ചു. അതുപോലെ തന്നെയായിരുന്നു ദേവിയുടെയും വിച്ചുവിൻ്റെയും ജീവിതം. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. എന്തിനാ ദേവി എന്നെ കാണാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞ് ഈ വരവ് വന്നത്? നിനക്ക് നേരിട്ടങ്ങ് വീട്ടിലേക്ക് പോയാൽ പോരെ? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ മാറ്റി ദേവി ഇപ്പോൾ കോളേജിൽ തന്നെയാണ് പോകുന്നത്. കോളേജ് കഴിഞ്ഞു വരുന്ന വഴിക്ക് അവൾ വിച്ചുവിനെ കാണാനായി എന്നും പറഞ്ഞ് ഓഫീസിൽ കയറും. ഒന്നിച്ചു പോകാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇവിടെ വരുന്നത്. ഇഷ്ടമില്ലെങ്കിൽ ഇനി വരുന്നില്ല. മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്നവളെ വിച്ചു ഇടങ്ങണ്ണിട്ട് നോക്കി. എന്നും വൈകുന്നേരം ഈ വഴി വരുമ്പോൾ അവൻ ഇതുപോലെ ചോദിക്കും. അതിനവൾ ഇതുപോലെ തന്നെ മറുപടിയും കൊടുക്കും. എങ്കിലും ഇതുതന്നെ സ്ഥിരം നടന്നു പോന്നു. സൂക്ഷിച്ചു നടക്കു കൊച്ചേ. നടക്കുന്ന വഴിയെ ഒന്ന് വേച്ചു പോയവളെ അല്പം മുന്തിയ അവളുടെ വയറിൽ തൊട്ട് കരുതലോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിച്ചു പറഞ്ഞു. ദേവിക്ക് 4 മാസമായി. ഓഫീസിൻ്റെ കാർ പാർക്കിൻ്റെ ഭാഗത്ത് നടന്നു പോകുന്ന 2 പേരെയും സെക്യൂരിറ്റിയുടെ ചെയറിലിരുന്നു കൊണ്ട് രാമചന്ദ്രൻ നോക്കി. അയാൾക്കിപ്പോൾ അവിടെയാണ് ജോലി. അമ്പിയുടെ അവസ്ഥയിൽ ഇപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല. നിയയുടെ അവസ്ഥയും അങ്ങനെ തന്നെ. നിയയുടെ ചികിത്സയ്ക്കുള്ളതെല്ലാം ഇപ്പോഴും ഹരിദാസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അമ്പിയെയും രാമചന്ദ്രനെയും യാതൊരു രീതിയിലും സഹായിക്കരുതെന്ന് സുധ അവരോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദയ തോന്നിയ വിച്ചു അയാൾക്ക് ഓഫീസിൽ സെക്യൂരിറ്റിയായി ജോലി നൽകി. വർഷ ഡിഗ്രി ലാസ്റ്റ് ഇയർ കടന്നു. ലതയും അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി തന്നെ കഴിയുന്നു. കാർത്തുവും ഗർഭിണിയാണ്. സുധ അവർക്കൊപ്പം ഇപ്പോഴും ചെന്നൈയിൽ സന്തോഷത്തോടെ കഴിയുന്നു. ഇടയ്ക്ക് നിയയുടെ ഡോക്ടർ വിളിപ്പിക്കുമ്പോൾ അവർ വന്ന് മോളെ കണ്ടിട്ട് പോകും. ഇടയ്ക്കൊക്കെ എല്ലാവരും നാട്ടിലേക്ക് വരും, ഒന്നിച്ചു കൂടും. നിയയുടെ അവസ്ഥയിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവളിപ്പോൾ ഒന്നിനോടും പ്രതികരിക്കാത്ത ഒരവസ്ഥയിലാണ്. ജീവനുണ്ട് എന്നല്ലാതെ മറ്റൊന്നും അവളിൽ നിന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അമ്പിയും രാമചന്ദ്രനും ഒരു വാടക വീട്ടിലാണിപ്പോൾ താമസം. ആദ്യമൊക്കെ അനിയൻ്റെ വീട്ടിലാണ് നിന്നതെങ്കിലും പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടായപ്പോൾ അവർ തന്നെ 2 പേരെയും ഇറക്കി വിട്ടു. വിച്ചുവിൻ്റെ അവിടുത്തെ ജോലിയുള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. ചികിത്സയ്ക്കുള്ളതും മറ്റും സുധയറിയാതെ ദർശൻ രാമചന്ദ്രനെ ഏൽപ്പിക്കും. അമ്പിക്കും ജീവിതമാകെ മടുത്തു പോയിരുന്നു. ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യാതെ കിടന്ന കിടപ്പിൽ തന്നെ. ഒന്ന് മരിച്ചിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളില്ല. ചിറ്റയിടത്തെ കാർ പോർച്ചിലേക്ക് ധൃതി പിടിച്ച് കാർ കയറ്റിയിട്ട് അതിവേഗത്തിൽ തന്നെ ദർശൻ അകത്തേക്ക് കയറി. അക്ഷമയോടെ കോളിംഗ് ബെൽ അടിച്ച് ആരെങ്കിലും വാതിൽ തുറക്കാനായി അവൻ കാത്തു നിന്നു. രാധികയായിരുന്നു വാതിൽ തുറന്നത്. എന്താ അമ്മേ, എന്ത് പറ്റി ആമിക്ക്? എന്നെ വിളിച്ച് അരമണിക്കൂറിനുള്ളിൽ എത്തണമെന്ന് പറഞ്ഞു. എന്ത് പറ്റി അവൾക്ക്? ആ, ഞാനെങ്ങനെ അറിയാനാ? അവളല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. നീ അവളോട് പോയി ചോദിക്കുക എന്താ കാര്യമെന്ന്. കള്ളത്തരം നിറഞ്ഞൊരു ചിരിയോടെ രാധിക പറഞ്ഞു. എന്താ അമ്മ ഈ പറയുന്നത്? അവൾ എവിടെ? ആരാ ചേച്ചി വന്നത്? അപ്പോഴേക്കും വന്നതാരാണെന്ന് അറിയാനായി മാലതിയും അവിടേക്ക് വന്നു. ആൻറ്റി, ആമി എന്തേ? അവൾക്ക് എന്ത് പറ്റി? അവരെ കണ്ടതും ദർശൻ അന്വേഷിച്ചു. എന്താ പറ്റിയതെന്ന് അറിയില്ല മോനെ. കുറേ നേരമായി മുറിയിൽ തന്നെ കയറി വാതിലടച്ചിരിക്കുന്നു. നീ വന്നിട്ട് പുറത്തേക്ക് വരുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവനെ കളിയാക്കുന്നത് പോലെ തന്നെയാണ് പറഞ്ഞത്. അതെ അതെ, ചേച്ചി നല്ല ദേഷ്യത്തിലാണ്, എനിക്കും തോന്നി. കല്ലു അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. കല്ലുവിൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു ഒരു കള്ളത്തരം. അവളിപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. വർഷ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയാണ് അവളും ഇപ്പോൾ. ഇവരോടൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് തോന്നി ദർശൻ വേഗം മുകളിലേക്ക് പോയി. മുറിവാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് ജനലോരം ആലോചനയോടെ നോക്കി നിൽക്കുന്നവളെയാണ്.
എന്താണ്? എന്തു പറ്റി? അകത്തേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ ശബ്ദം കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. നാണത്തോടെ ജനൽപ്പാളികൾ അടച്ച് അവളൊരു അരികിലേക്ക് നീങ്ങി നിന്നു. ദർശൻ സംശയത്തോടെ കണ്ണു ചുരുക്കിക്കൊണ്ട് അവളെ നോക്കി. പിന്നീടാണ് അവളടച്ച ജനലിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയത്. ജനലിൽ അവൾ എന്തോ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ഇളം വെയിലടിച്ചപ്പോൾ ആ ചിത്രം സ്വർണം പോലെ തിളങ്ങി. നീ എന്തിനാ ഈ ജനലൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നേ? ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? അവൻ്റെ ചോദ്യം കേട്ടതും അത്ര നേരം നാണത്തോടെ മുഖം കുനിച്ച് നിന്നവൾ ദേഷ്യത്തോടെ അവനെയൊന്ന് നോക്കി. വരച്ചത് എന്തിനാണെന്ന് ചോദിക്കാതെ ഞാൻ എന്താണ് വരച്ചതെന്ന് ഒന്ന് നോക്ക് ദർശേട്ടാ. അവൾ പറയുന്നത് കേട്ട് അവൻ ആ ചിത്രത്തിലേക്ക് നോക്കി. ഒരു ആണും പെണ്ണും, അവർക്ക് നടുക്കായി ഒരു കുഞ്ഞും. അതാണ് ആ ചിത്രം. ഇതെന്താ? ഇത് കണ്ടിട്ടും ഒന്നും മനസ്സിലായില്ല. ഇല്ല. ചെറിയൊരു സംശയം മനസ്സിൽ തോന്നിയെങ്കിലും ഉറപ്പിക്കാനായി അവനില്ലെന്ന് പറഞ്ഞു. അവൾ തന്നെ അവൻ്റെ കൈയെടുത്ത് അവളുടുത്ത ടീഷർട്ട് മെല്ലെ ഒന്ന് പൊക്കി. ആ ടീഷർട്ടിന് താഴെയായി മറ്റൊരു ടീഷർട്ട് കൂടി അവൾ ധരിച്ചിരുന്നു. അതിൻ്റെ വയറിൻ്റെ ഭാഗത്തായി പ്രിൻ്റ് ചെയ്തിരുന്ന കോഡ്സ് അവൻ വായിച്ചു. ഐ ആം ഹിയർ ഡാഡ്. ദർശൻ അത് മെല്ലെ വായിച്ചു. മനസ്സിലെ സംശയം ഉറപ്പിച്ച സന്തോഷവും അറിഞ്ഞ വാർത്ത നൽകിയ സന്തോഷവും എല്ലാം കൂടി അവൻ്റെ മിഴികളിൽ ഒരിറ്റ് മിഴുനീരായി തങ്ങി നിന്നു. സത്യമാണോ എന്ന് അവൻ തലയാട്ടിക്കൊണ്ട് ചോദിച്ചു. ആണെന്ന് അവളും തിരികെ തലയാട്ടി മറുപടി നൽകി. അപ്പോൾ അവളുടെ മിഴികളും നിറഞ്ഞിരുന്നു. വരാൻ പോകുന്നത് ജൂനിയർ ദർശനാണോ ജൂനിയർ ആമിയാണോ എന്നറിയില്ല. പക്ഷേ ഏതോ ഒരാൾ ഇവിടെയുണ്ട്. തൻ്റെ വയറിലേക്ക് അവൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ അവളെ മെല്ലെയൊന്ന് തിരിച്ചു പിടിച്ച് പുറകിലൂടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ. 2 ദിവസമേ ആയിട്ടുള്ളൂ മനസ്സിലൊരു സംശയം തോന്നാൻ തുടങ്ങിയിട്ട്. അമ്മയോട് പറഞ്ഞപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ നാണത്താൽ മുഖം കുനിച്ചവൾ ടേബിളിൽ നിന്നും സ്ട്രിപ്പ് എടുത്ത് അവന് കാട്ടിക്കൊടുത്തു. അവനും സ്ട്രിപ്പിലേക്ക് തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു. ആ നിമിഷം തന്നെ ആമി അവൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു വെച്ചു. തൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ രാഗം അവൾക്കപ്പോൾ കേൾക്കാൻ സാധിച്ചു. ആഴത്തിൽ അത് കേൾക്കാനായി അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്നു. ഒരു കൈയാൽ അമർത്തി പിടിച്ചുകൊണ്ട് അവനും അവളെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും അവസാനിക്കാത്ത പുഴ പോലെ അവരുടെ പ്രണയവും ഇനിയും ഒഴുകിക്കൊണ്ടേയിരിക്കും.